ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ, സ്വപ്നസുന്ദരിയായി കോടിക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു താരദേവി. പക്ഷെ അവളുടെ തിളക്കത്തിന് പിന്നിൽ ഒളിഞ്ഞുകിടന്നിരുന്നത് വേദനകളും നിയന്ത്രണങ്ങളും ദുരൂഹതകളുമാണ്. ഇത് ശ്രീദേവിയുടെ പറയപ്പെടാത്ത കഥ. അധികം ആരോടും സംസാരിക്കാത്ത, തീർത്തും നാണം കുണങ്ങി പ്രകൃതമായിരുന്നു ആദ്യകാലങ്ങളിൽ ശ്രീദേവിക്ക്. ഒരു പാവയെ പോലെ അമ്മയുടെ നിഴൽ പറ്റി വളർന്ന ശ്രീദേവിക്ക് അവരുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. 4-ാം വയസ്സിൽ ബാലതാരമായി വന്ന നടി 13-ാം വയസ്സിൽ നായിക പദവിയിൽ എത്തിയതിനാൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ശ്രീദേവിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ മോഹവുമായി നാടും വീടും വിട്ട് കോടമ്പാക്കത്ത് കുടിയേറിയ രാജേശ്വരി എന്ന തെലുങ്ക് ദേശക്കാരി തനിക്ക് നേടാൻ പറ്റാതെ പോയ താരപദവിയാണ് ചെറുപ്രായത്തിൽ തന്നെ ശ്രീദേവി എന്ന മകളെ കൊണ്ട് നേടിയെടുത്തത്. ആന്ധ്രയിലെ തിരുപ്പതി സ്വദേശിയായ രാജേശ്വരി അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് ജീവിതം തള്ളി നീക്കാനായി സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഗ്രൂപ്പ് ഡാൻസിൽ അംഗമായി ചേർന്നു. വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ ആദ്യകാലങ്ങളിൽ നരകതുല്യമായിരുന്നു രാജേശ്വരിയുടെ കോടമ്പക്കത്തെ ജീവിതം. സിനിമാ കഥ പോലെ കൗതുകമുള്ളതായിരുന്നു ശ്രീദേവിയുടെ കുടുംബ പശ്ചാത്തലം. മദ്രാസിലെ സൈദാപേട്ട കോടതിയിൽ വച്ചാണ് രാജേശ്വരി അഡ്വക്കേറ്റ് അയ്യപ്പനെ പരിചയപ്പെടുന്നത്. ഇമ്മോറൽ ട്രാഫിക്കിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ സൈദാപേട്ട കോടതിയിലെത്തിയ ഒരു പ്രതിയായിരുന്നു രാജേശ്വരി. അക്കാലത്ത് സിനിമാ മോഹങ്ങളുമായി കോടമ്പക്കത്ത് കുടിയേറുന്ന യുവതികൾ ജീവിത വൃത്തിക്കു വേണ്ടി ഇത്തരത്തിലുള്ള അവിഹിത മാർഗങ്ങളിൽ ചെന്നുപെടുന്നത് സാധാരണമാണ്. കോടതി ശിക്ഷിച്ച പ്രതിയെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന വക്കീലായിരുന്നു അഡ്വക്കേറ്റ് അയ്യപ്പൻ. കാഴ്ചയിൽ കൊള്ളാവുന്ന രാജേശ്വരിയുടെ കഥന കേട്ട് വക്കീലിന് സിമ്പതി തോന്നി അവരെ വിവാഹം കഴിച്ചു. ശിവകാശിയിലെ അറിയപ്പെടുന്ന ഒരു നായിഡു കുടുംബത്തിലെ ദ്വരേസ്വാമി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് അയ്യപ്പൻ തന്റെ കുടുംബ മഹിമ ഓർത്ത് വീട്ടുകാരിൽ നിന്നും ഈ വിവാഹബന്ധം ആദ്യകാലങ്ങളിൽ മറച്ചുവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ നിർബന്ധപ്രകാരം നാട്ടിലുള്ള ഒരു മുറപ്പെണ്ണിനെ പിന്നീട് അയ്യപ്പന് വിവാഹം കഴിക്കേണ്ടതായും വന്നു. രാജേശ്വരിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു ഭർത്താവിന്റെ 2-ാം വിവാഹം. ഇതിനകം തനിക്ക് പിറന്ന ശ്രീദേവി, ശ്രീലത തുടങ്ങിയ 2 പെൺമക്കൾക്കും സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛൻ വേണം. അത് മാത്രമായിരുന്നു രാജേശ്വരിയുടെ ആവശ്യം. മൂത്തവൾ ശ്രീദേവിയിലായിരുന്നു രാജേശ്വരിയുടെ പ്രതീക്ഷ. ചെറുപ്രായത്തിൽ തന്നെ മകളെയും കൊണ്ട് അവസരങ്ങൾ അന്വേഷിച്ചു സ്റ്റുഡിയോകൾ കയറിയിറങ്ങി. 4-ാം വയസ്സിൽ കന്ദൻ കരുണ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി ശ്രീദേവിക്ക് അവസരം ലഭിച്ചു. പിന്നീട് കുമാരസംഭവം, പൂമ്പാറ്റ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ശ്രീദേവി ബാലതാരമായി വേഷം ചെയ്തു. കെ ബാലചന്ദിന്റെ 3 മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് 13-ാമത്തെ വയസ്സിൽ ശ്രീദേവി നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് ശ്രദ്ധേയനായ നടൻ കമലഹാസനായിരുന്നു നായകൻ. വില്ലൻ വേഷത്തിൽ രജനീകാന്ത് പുതുമുഖ നടനായി തുടക്കം കുറിച്ച ചിത്രം കൂടിയായിരുന്നു അത്. 1976-ൽ കുറ്റവും ശിക്ഷയും എന്ന മലയാളം ചിത്രത്തിൽ ശ്രീദേവി കമലഹാസന്റെ നായികയായി. കമലഹാസൻ അന്ന് തെന്നിന്ത്യൻ നായക നടനായി വളർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കമലഹാസനും ശ്രീദേവിയും ഏകദേശം 25ഓളം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. 16 വയതിനിലെ 3-ാം പിറ, ഗുരു, പ്രേമാഭിഷേകം, അങ്ങനെ തെന്നിന്ത്യൻ ഭാഷകളിൽ ഇരുവരും ലക്കി ജോഡികളായി മാറി. രണ്ടുപേരുടെയും ആരാധകർ ആസന്ന ഭാവിയിൽ ഇരുവരും വിവാഹിതരാകും എന്നുവരെ പ്രഖ്യാപിച്ചു. പക്ഷേ ലിവിംഗ് ടുഗദർ ബന്ധമല്ലാതെ ശ്രീദേവിയെ ജീവിത വധുവാക്കാൻ കമലഹാസൻ തയ്യാറായിരുന്നില്ല. ശ്രീദേവിയുടെ അമ്മ ഈ ബന്ധത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മലയാളത്തിലും ടീനേജ് പ്രായത്തിൽ ശ്രീദേവി പ്രിയപ്പെട്ട നായികയായി വളർന്നു. ഊഞ്ഞാൽ, അന്തർദാഹം, ആശീർവാദം, ആലിംഗനം, ആ നിമിഷം എന്നിങ്ങനെ 10ഓളം IV ശശി ചിത്രങ്ങളിലൂടെ കേരളക്കരയിലെ ഏറെ പ്രിയപ്പെട്ട സ്വപ്നസുന്ദരിയായി ശ്രീദേവി മാറി. കഥാസന്ദർഭത്തിന് അനുസരിച്ച് ഏത് തരത്തിലും അല്പവസ്ത്രധാരിയാവാൻ തയ്യാറായിരുന്നു ശ്രീദേവി. തിളക്കമുള്ള കണ്ണുകളും നിഷ്കളങ്കതയാർന്ന ഭാവചലനങ്ങളും വശ്യമാർന്ന ശരീര സൗന്ദര്യവും കൊണ്ട് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടൊരുവളായിരുന്നു ഈ നടി. ശ്രീദേവിയുടെ വിലാസത്തിൽ വന്ന കേരളത്തിൽ വമ്പൻ ഹിറ്റായി മാറിയ IV ശശിയുടെ ആലിംഗനം എന്ന ചിത്രം പിന്നീട് മുരളി മൂവീസിന്റെ ബാനറിൽ തമിഴിലും റീമേക്ക് ചെയ്യപ്പെട്ടു. റീമേക്ക് ചെയ്തത് നിർമ്മാതാവ് രാമചന്ദ്രൻ തന്നെയായിരുന്നു. പകലിൽ ഒരു ഇരവ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. കോഴിക്കോട് സ്വദേശിയായ നിർമ്മാതാവ് രാമചന്ദ്രന്റെ മുരളി മൂവീസ് എന്ന ബാനറിൽ ഏതാണ്ട് 18ഓളം ചിത്രങ്ങൾ IV ശശി സംവിധാനം ചെയ്തിട്ടുണ്ട്. എസ് പൊന്നനാടിന്റെ ആർട്ട് അസിസ്റ്റന്റായി IV ശശി എന്ന കോഴിക്കോട്ടുകാരന് ഉത്സവം എന്ന കന്നി ചിത്രത്തിലൂടെ സംവിധായകന്റെ തൊപ്പി അണിയാൻ ആദ്യമായി അവസരം നൽകിയത് രാമചന്ദ്രൻ എന്ന യുവ നിർമ്മാതാവായിരുന്നു. ഉത്സവത്തിൽ തുടങ്ങി IV ശശിയുടെ കരിയറിൽ തന്നെ മാറ്റത്തിന്റെ വഴിയൊരുക്കിയ അവളുടെ രാവുകൾ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം വരെ രാമചന്ദ്രൻ IV ശശി സൗഹൃദം ദൃഢമായി നിന്നിരുന്നു. ആ കൂട്ടുബന്ധത്തിന്റെ തുടർച്ച എന്നോണം പകലിൽ ഒരു ഇരവ് ഇരുവരുടെയും തമിഴിലെ അരങ്ങേറ്റമായിരുന്നു. ആലിംഗനം താൻ തമിഴിൽ റീമേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ശ്രീദേവി തന്നെ ആയിരിക്കണം നായിക എന്നൊരു ഡിമാൻഡ് മാത്രമേ നിർമ്മാതാവിന് ഉണ്ടായിരുന്നുള്ളൂ.
ആ സെന്റിമെന്റ്സ് മനസ്സിലാക്കി തന്നെ രാജേശ്വരി മകൾക്ക് ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെട്ടു. മലയാള ചിത്രത്തെക്കാൾ തമിഴിൽ ശ്രീദേവി ഇത്തിരി കൂടുതൽ വ്യവസ്ഥയാകണമെന്ന കണ്ടീഷനോടെ നിർമ്മാതാവ് അമ്മയുടെ കണ്ടീഷനും അംഗീകരിച്ചു. ശ്രീദേവിക്ക് പുറമെ നായക വേഷത്തിൽ വിജയകുമാർ, രവികുമാർ, മേജർ, സുന്ദർ രാജ്, സീമ എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ. മദ്രാസിനടുത്തുള്ള ചെങ്കൽപേട്ടയായിരുന്നു ലൊക്കേഷൻ. അക്കാലത്ത് മദ്രാസിൽ കൂടാതെ ഹൈദരാബാദിലും രാജേശ്വരി ഒരു വീട് വാങ്ങിച്ചിരുന്നു. രജനീകാന്ത് പല ചിത്രങ്ങളിലും തന്റെ നായികയായി ശുപാർശ ചെയ്തിരുന്നത് ശ്രീദേവിയായിരുന്നു. സ്ത്രീകൾക്ക് റെസ്പെക്ട് നൽകുന്ന ഒരു പ്രകൃതക്കാരൻ കൂടിയായിരുന്നു രജനി. കമലഹാസനിൽ നിന്നും വ്യത്യസ്തമായ രജനിയുടെ ആ സ്വഭാവത്തെ ശ്രീദേവിയെ വളരെയധികം ആകർഷിച്ചിരുന്നു. കൊച്ചുനാളിലെ അമ്മ നഷ്ടപ്പെട്ട രജനിക്ക് ശ്രീദേവിയുടെ അമ്മ രാജേശ്വരിയോട് മാതൃതുല്യമായ ഒരു സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്നു. ശ്രീദേവിയോട് വളരെ ആരാധപൂർവമായിരുന്നു രജനി ഇടപഴകിയിരുന്നത്. ശ്രീദേവിയുടെ മൗനാനുവാദത്തോടെ അമ്മ രാജേശ്വരിയോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് രജനീകാന്ത് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അമ്മ രാജേശ്വരി ആ പ്രപ്പോസലിനെ ശക്തിയുക്തം എതിർത്തു. തന്റെ മകൾക്ക് സിനിമയിൽ ഇനിയും ഭാവിയുണ്ടെന്നും പെട്ടെന്ന് വിവാഹിതയായാൽ മകളുടെ ഇമേജിന് അത് ബാധിക്കുമെന്നും അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ തന്റെ ചിന്തയിലില്ലെന്നും രാജേശ്വരി രജനിയോട് വ്യക്തമാക്കി. അമ്മയുടെ ശിക്ഷണത്തിൽ തീർത്തും നിശബ്ദമായി വളർന്ന ശ്രീദേവി റിബലായി നിന്ന് രജനിക്ക് അനുകൂലമായി പ്രതികരിക്കാനും അന്ന് തയ്യാറായില്ല. മുഖപ്രണയത്തോടെ രജനി സ്വയം പിന്മാറി. എന്തൊക്കെ പറഞ്ഞാലും ശ്രീദേവി എന്ന നടിയെ സൃഷ്ടിച്ചതും രൂപപ്പെടുത്തിയതും അമ്മ രാജേശ്വരി തന്നെയായിരുന്നു. അത് തെളിയിക്കുന്നതായിരുന്നു നടിയുടെ പിന്നീടുള്ള വളർച്ച. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു എന്നീ ഭാഷകളിൽ നിറസാന്നിധ്യമായി നിൽക്കവേ തന്നെ ശ്രീദേവി ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിച്ചു. ഭാരതി രാജ ഹിന്ദിയിൽ സംവിധാനം നിർവഹിച്ച സ്വൽവാ സാവൻ ആയിരുന്നു ശ്രീദേവിയുടെ ബോളിവുഡിലെ ആദ്യ ചിത്രം. പക്ഷെ അത് വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. പിന്നീട് ജിതേന്ദ്രയുടെ നായികയായി അഭിനയിച്ച് ഹിമ്മത് വാല സൂപ്പർ ഹിറ്റായി. അവിടുന്ന് അങ്ങോട്ട് ഒരു ജൈത്രയാത്രയായിരുന്നു. ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച നടി എന്ന റെക്കോർഡ് പോലും ശ്രീദേവിയുടെ പേരിലായിരുന്നു. മകളുടെ പ്രതിഫലം ഉയരുന്നതിനനുസരിച്ച് അമ്മ സ്ഥലങ്ങളും കൊട്ടാര സാദൃശ്യമായിരുന്ന ബംഗ്ലാവുകളും വാങ്ങിക്കൂട്ടി. ഇതിനിടയിൽ ശ്രീദേവിയുടെ അനുജത്തി ശ്രീലതയെ സിനിമയിലെത്തിക്കാൻ രാജേശ്വരി ഒരു ശ്രമം നടത്തി. പക്ഷേ പരാജയമായിരുന്നു ഫലം. ദീർഘവീക്ഷണക്കാരിയായ രാജേശ്വരി രണ്ടാമത്തെ മകൾ സിനിമയിൽ പച്ച പിടിക്കില്ലെന്ന് മനസ്സിലായതും ദുബായിൽ ജോലിക്കാരനായ വരനെ കണ്ടെത്തി ശ്രീലതയെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് കുടുംബിനിയാക്കി. ശ്രീദേവിയുടെ മുഖത്ത് പലരും അപാകതയായി കണ്ടിരുന്ന മൂക്കിന്റെ ഷേപ്പ് പോലും വിദേശത്ത് കൊണ്ടുപോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രൂപമാറ്റം സൃഷ്ടിക്കാൻ രാജേശ്വരി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റു ഭാഷകളിലെ പോലെ തന്നെ ഹിന്ദിയിലും ശ്രീദേവി ഒരു ഡ്രീം ഗേളായി മാറി. തിളക്കമാർന്ന കണ്ണുകൾ, വടിവൊത്ത മേനിയഴക്, ആ സർപ്പ സൗന്ദര്യത്തെ മറ്റു നടികൾ പോലും അസൂയയോടെയാണ് നോക്കിക്കണ്ടത്. സിനിമയോടൊപ്പം ഹിന്ദി സീരിയലുകളിലും ശ്രീദേവിക്ക് പ്രാധാന്യമേറി. മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിൽ മിന്നുന്ന പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചത്. പ്രശസ്ത ചിത്രത്തിലെ നായകനായ അനിൽ കപൂറുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ ഗോസിപ്പ് കോളങ്ങളിലെ ചൂടുവാർത്ത ആയെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല. താരസുന്ദരി എന്ന നിലയിൽ ശ്രീദേവി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അനിൽ കപൂറിന്റെ ജ്യേഷ്ഠൻ ബോണി കപൂർ എന്ന നിർമ്മാതാവ് നടിയെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. അദ്ദേഹം തന്റെ പുതിയ ചിത്രത്തിലേക്ക് ബുക്ക് ചെയ്യാനെന്ന വ്യാജേന ശ്രീദേവിയുടെ കോൾ ഷീറ്റിനു വേണ്ടി അമ്മയെ സമീപിച്ചു. ശ്രീദേവിയെ വിവാഹം കഴിക്കുക എന്നതായിരുന്നു ബോണിയുടെ ഉദ്ദേശമെന്ന മണത്തറിഞ്ഞ അമ്മ വളരെ കരുതലോടെ കപൂർ കുടുംബത്തിൽ നിന്നും മകളെ അകറ്റി നിർത്താനുള്ള ശ്രമം തുടങ്ങി. ഈ ഒരു ഘട്ടത്തിലായിരുന്നു അമ്മ പോലും അറിയാതെ അന്നത്തെ യുവനടനായ മിഥുൻ ചക്രവർത്തിയുമായി ശ്രീദേവി പ്രണയത്തിലാവുന്നത്. മിഥുൻ ചക്രവർത്തിയെ വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇരുവരും രഹസ്യമായി ലിവിംഗ് ടുഗദർ ബന്ധവും തുടങ്ങിയിരുന്നു. പക്ഷേ മിഥുൻ ചക്രവർത്തിക്ക് നേരത്തെ തന്നെ ഭാര്യയും മകളും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീദേവി ക്രമേണ ബന്ധത്തിൽ നിന്നും പിൻവലിഞ്ഞു. ശ്രീദേവിയുടെ എല്ലാമായ അമ്മ ക്യാൻസർ വന്ന ചികിത്സയിലായി. അത് മാനസികമായി നടിയെ തളർത്തി. അപ്പോഴേക്കും നടിയുടെ താരപദവിക്ക് ചെറിയ മങ്ങലേറ്റു തുടങ്ങിയിരുന്നു. ഇനി അങ്ങോട്ട് തനിക്കൊരു തുണ നിർബന്ധമാണെന്ന കാര്യം ശ്രീദേവിക്ക് ബോധ്യമായി. ഒരിക്കൽ വിവാഹ അഭ്യർത്ഥനവുമായി തന്നെ സമീപിച്ച ആളായിരുന്നു ബോണി കപൂർ. അമ്മയുടെ എതിർപ്പിനേക്കാളേറെ മിഥുൻ ചക്രവർത്തിയുമായുള്ള ശ്രീദേവിയുടെ രഹസ്യബന്ധം അറിഞ്ഞതോടെയാണ് ബോണി അന്ന് പിന്മാറിയത്. ഒരിക്കൽ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ബോണി കപൂറിനെ തന്നെ ഭർത്താവായി സ്വീകരിക്കാൻ ശ്രീദേവി തയ്യാറായി. ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ബോണി കപൂറും ശ്രീദേവിയും വിവാഹിതരായി. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ ബോണിയെ തന്നിഷ്ടപ്രകാരം ഭർത്താവായി സ്വീകരിച്ച ശ്രീദേവിയുടെ തീരുമാനത്തെ അന്ന് പലരും വിമർശിച്ചിരുന്നു. വിവാഹശേഷം ബോണിയോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീദേവിയെ ബോണിയുടെ മുൻ ഭാര്യ മോണ കപൂർ പരസ്യമായി മർദ്ദിച്ചു. അന്ന് ശ്രീദേവി ഗർഭിണിയായിരുന്നു. എന്നിരുന്നിട്ടും മോണ കപൂറിനെയായിരുന്നു സിനിമാ വൃത്തങ്ങൾ അനുകൂലിച്ചത്.
ആ സംഭവത്തിന് ശേഷം ആദ്യ ഭാര്യയുമായി ബോണി കപൂർ പൂർണ്ണമായും അകന്നു. ശ്രീദേവി ബോണിയുടെ 2 പെൺമക്കൾക്കും ജന്മം നൽകി. സിനിമാ നിർമ്മാണത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങിയ ബോണിക്ക് പിന്നീട് ശ്രീദേവിയുടെ ആസ്തിവകകൾ ആയിരുന്നു ഒരാശ്വാസമായത്. അമ്മയുടെ മരണശേഷം സ്വത്തുവകകളുടെ പേരിൽ അനുജത്തി ശ്രീലതയുമായി ശ്രീദേവി ഉടക്കിപ്പിരിഞ്ഞു. തന്റെ ബന്ധുക്കളുമായി അധികം അടുപ്പമില്ലാതെ ഭർത്താവും മക്കളുമായി ശ്രീദേവി പൂർണ്ണമായി മുംബൈയിൽ ഒതുങ്ങി. 2ാം ഭാര്യയും മക്കൾക്കുമൊപ്പം ശിവകാശിയിൽ സ്ഥിരതാമസമാക്കിയ അച്ഛൻ അയ്യപ്പനു വേണ്ടി ശ്രീദേവി ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങി. ഒരു തവണ മാത്രം അച്ഛന്റെ നാട്ടിലെത്തിയ കാര്യം അച്ഛന്റെ ബന്ധുക്കൾ ഓർക്കുന്നു. ശ്രീദേവി ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസിന്റെ MLA ആയി മത്സരിച്ച അയ്യപ്പൻ ദയനീയമായി തോറ്റു. ശ്രീദേവിയുടെ കഷ്ടകാലം അന്ന് അച്ഛനെയും ബാധിച്ചു. പെൺമക്കൾ വളരുന്നതിനോടൊപ്പം തന്റെ യുവത്വം കൃത്രിമമായി നിലനിർത്താൻ ശ്രീദേവി ആവുന്നത് ശ്രമിച്ചിരുന്നു. ഡയറ്റിങ്ങിനു വേണ്ടി കഴിച്ച ഒറ്റമൂലികൾ ശ്രീദേവിയെ പല തരത്തിലും ദോഷം ചെയ്തു. സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം ചെറിയ തോതിൽ മദ്യത്തിന് അടിമയായിരുന്നു ശ്രീദേവി. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ ദുബായിലെത്തിയ ശ്രീദേവിയുടെ താമസ സ്ഥലത്തെ ബാത്ത് ടബിൽ വീണുള്ള മരണം ഇന്നും ദുരൂഹമായി തുടരുന്നു. ഇത്തരത്തിൽ കൈവിട്ട ജീവിതം നയിച്ചിട്ടും കഷ്ടപ്പെട്ട് നേടിയ കോടികൾ അനുഭവിക്കാനുള്ള യോഗം നടിക്കില്ലാതെ പോയി. പൊന്മുട്ടയിടുന്ന താറാവായി ജീവിക്കുന്നതിനു പകരം സ്വന്തം തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി അന്നേ ഈ നടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ രജനി എന്ന സൂപ്പർ താരത്തിന്റെ സൂപ്പർ പദവിയിലുള്ള ഭാര്യയും കുടുംബിനിയുമായി ഈ നടി ജീവിച്ചേനെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.